എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ എന്നെ നെല്ലിക്കുന്ന MLA പ്രസ്താവന കേൾക്കാനിടയായി. വസ്തുത അറിയാതെ വളരെ നിർഭാഗ്യകരമായ ഒരു പ്രസ്താവനയായിരുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രീ എന്നെ നെല്ലിക്കുന്ന നടത്തുകയെന്ന് പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ്. കാസർഗോഡ് പാസ്പോർട്ട് ഓഫീസ് അനുവദിച്ചതായ കത്ത് ശ്രീ സുഷമ സ്വരാജ് നമ്മുടെ വിദേശകാര്യമന്ത്രിയിൽ നിന്നാണ് ലഭിച്ചത്. മാത്രമല്ല അത് MP തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന കത്തടക്കം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പാസ്പോർട്ട് ഓഫീസ് തുടങ്ങുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച പുതിയ നയത്തിന്റെ ഭാഗമായിട്ട് ഹെഡ് ഓഫീസ് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് പോസ്റ്റ് ഓഫീസും മറ്റൊന്ന് പാസ്പോർട്ട് ഓഫീസും. ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഓഫീസിന് ആവശ്യമായ സൗകര്യങ്ങൾ പരിശോധിക്കാൻ ഞാനും ശ്രീ എന്നെ നെല്ലിക്കുന്ന ഒന്നിച്ച് പോയതാണ്. അവിടെ വേണ്ടത്ര സൗകര്യമില്ലെങ്കിൽ പോലും ഉള്ള സൗകര്യം വെച്ച് നമുക്ക് ഉദ്ഘാടനം നടത്താമെന്നുള്ളത് അന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പാസ്പോർട്ട് ഓഫീസിന്റെ ആൾക്കാരും സമ്മതിച്ചതാണ്. മാത്രമല്ല കൂടുതൽ ആവശ്യം വേണ്ടി വരുന്നത് അത് കലക്ടറേറ്റിലോ അതുപോലെ തന്നെ പ്ലാനിംഗ് ഓഫീസിലോ നടത്താൻ തയ്യാറാണെന്ന് ഞാൻ അവരോട് സൂചിപ്പിച്ചിരുന്നു. അതവർ ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി കൈമാറുകയും എന്നാൽ ഈ പുതിയ പാസ്പോർട്ട് ഓഫീസ് എല്ലാം തന്നെ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അത്തരം സൗകര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം കൂടുതൽ സൗകര്യം വേണമെന്നതാണ്. ആ കൂടുതൽ സൗകര്യം പുതുക്കി പണിയണമെന്ന് പറഞ്ഞു. അതിനാവശ്യമുള്ള സംഖ്യ അപ്പോഴെ തന്നെ കൊടുക്കാം എന്നുള്ളത് ഞാൻ സമ്മതിച്ചതാണ്. പാസ്പോർട്ട് ഓഫീസ് തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നടത്തും. എന്നാൽ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന് ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ അവർക്ക് 5 ലാപ്ടോപ്പും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമാണ് വേണ്ടത്. അത് ബോംബെയിൽ നിന്നാണ് വരേണ്ടത്. പക്ഷേ 2 ദിവസം മുമ്പാണ് ബോംബെയിൽ നിന്നും ഇത് ലഭിക്കില്ല, അതിനു പകരം നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് തന്നെ വാങ്ങിക്കണമെന്നുള്ളത് നമ്മുടെ കോഴിക്കോടുള്ള പാസ്പോർട്ട് ഓഫീസർ ശ്രീ മധുസൂദൻ ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല, ഞങ്ങൾക്കിത് മേലെ നിന്ന് എഴുതിയിട്ട് വേണം അറിയിക്കാൻ. അപ്പോൾ 2 കാര്യം ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കാരണം ഒന്ന്, നിങ്ങൾക്ക് പയ്യന്നൂരും കണ്ണൂരിലും കോഴിക്കോടുമുള്ള പാസ്പോർട്ട് ഓഫീസിൽ നിന്നും ഓരോ സിസ്റ്റം ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യാവുന്നതാണ്. ആ നില വരികയാണെങ്കിൽ നമുക്ക് 28-ാം തീയതി തന്നെ തുടങ്ങാം. അതല്ലെങ്കിൽ MP ഫണ്ടിൽ നിന്ന് ഇതിനാവശ്യമായിട്ട് സംഖ്യ ഞാൻ നൽകാൻ തയ്യാറാണ്. സാധാരണഗതിയിൽ ലാപ്ടോപ്പിന് MP ഫണ്ടിൽ നിന്ന് പണം നൽകാൻ അനുവാദമില്ല. എന്നാൽ ഡിസ്ട്രിക്ട് കളക്ടറുമായി ഞാനിത് ബന്ധപ്പെട്ടു. അപ്പോൾ ഡെസ്ക്ടോപ്പും ആയാലും മതി എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അത് വെച്ചുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള സംഖ്യ പെട്ടെന്ന് തന്നെ നമ്മുടെ ജില്ലാ കളക്ടർ നമുക്കത് റിലീസ് ചെയ്തതിന് കുഴപ്പമില്ല എന്നുള്ളത് ഈ കാര്യവും യഥാർത്ഥത്തിൽ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ അറിയിച്ചു ശ്രീ മധുസൂദൻ. പക്ഷെ അദ്ദേഹം താഴെയുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചീഫ് പാസ്പോർട്ട് ഓഫീസർ ശ്രീ അരുൺ ചാറ്റർജിയെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു. അങ്ങനെ വിളിച്ച സമയത്ത് സാമ്പത്തികമായിട്ട് ഈ വിഷയം പറഞ്ഞ സമയത്ത് MP ഫണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ ആ അത്രയും സംഖ്യ ഞാൻ നൽകാൻ വേണ്ടി തയ്യാറാണ്. അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നെല്ലിക്കുന്ന സൂചിപ്പിച്ചതുപോലെ വ്യക്തികളിൽ നിന്ന് തന്നെ പണം ശേഖരിച്ചുകൊണ്ടോ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടോ നൽകാവുന്നതാണ്. ഇത് രണ്ടും നേരെ അവർ അറിയിച്ച് ഇങ്ങോട്ട് കൊടുക്കാമെന്നുള്ളത് പറഞ്ഞായിരുന്നു. അതേസമയത്ത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് പാസ്പോർട്ട് ഓഫീസാണ്. ആ പാസ്പോർട്ട് ഓഫീസ് എന്ന നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഉപയോഗിക്കുന്ന സിസ്റ്റം അവർ തന്നെ പൂർണ്ണമായിട്ടും ഫംഗ്ഷൻ ചെയ്യിപ്പിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ സ്ക്രീനിങ് ആയാലും ഫോട്ടോ എടുക്കുന്ന സംവിധാനമായാലും അതുപോലെ തന്നെ സീക്രട്ട് കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറമേ നിന്നുള്ള ആളുകൾ സപ്ലൈ ചെയ്യുന്ന പാസ്പോർട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് ശ്രീ മധുസൂദൻ പറഞ്ഞത്. പാസ്പോർട്ട് ഓഫീസർ കോഴിക്കോട്. ഇതിനെ തുടർന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇതിന്റെ മേലെയുള്ള ചീഫ് പാസ്പോർട്ട് ഓഫീസർ ബന്ധപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട അവർ പറഞ്ഞത്, കാരണം ഇപ്പോഴ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് കഴിയില്ലെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യും, യാതൊരുവിധ പ്രയാസത്തിനും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ, അതിലൊന്ന് എന്താന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ണൂരിൽ നിന്നോ പയ്യന്നൂരിൽ നിന്നോ സിസ്റ്റമിനോട് മാറ്റുക എന്നുള്ളത്, മറ്റൊന്ന് MP ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ശ്രീ എന്നെ നെല്ലിക്കുന്ന പറയുന്നതിന് മുമ്പ് തന്നെ MP എന്ന നിലയിൽ ഞാനിത് ഏറ്റെടുക്കാം. ഒരു സംശയം വേണ്ട, ഈ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഉന്നയിച്ച് ഞാൻ തന്നെയാണ്. മാത്രമല്ല ഈ 2 പാസ്പോർട്ട് ഓഫീസ്, അതൊന്ന് കാസർഗോഡ് മറ്റൊന്ന് പത്തനംതിട്ട, ഇത് രണ്ടിനും വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെയായിരുന്നു അപേക്ഷ കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം വന്നത്. ആ തീരുമാനം
നിങ്ങൾക്ക് പരിശോധിക്കാം. ശ്രീ സുഷമ സ്വരാജ് നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ കത്തുണ്ട്. അത് എന്നെ നെരുപ്പിന്റെ കത്തിന്റെ ഭാഗമായിട്ടല്ല എന്നുള്ളത് ശ്രീ എന്നെ നെരുപ്പ് മനസ്സിലാക്കി. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ല, അതിന്റെ വസ്തുതകൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ എന്റെ സുഹൃത്ത് ആദ്യം തയ്യാറാകേണ്ടതായിരുന്നു. അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ ഇതാകെ കാസർഗോഡുകാരെ അപമാനിക്കുകയും ഇൻസൾട്ട് ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തുമായിരുന്നില്ല. കാസർഗോഡ് പാസ്പോർട്ട് ഓഫീസ് വരും, അത് ഉദ്ഘാടനം ചെയ്യും, ഇവിടെയുള്ള ആളുകൾക്ക് അതിന് സൗജന്യം കിട്ടും. അങ്ങനെ തന്നെയാണ് ഇവിടെ പാസ്പോർട്ട് അദാലത്ത് മുമ്പ് നടത്തിയത്. അന്നും പറഞ്ഞത് പാസ്പോർട്ട് ഓഫീസ് വരില്ല എന്നുള്ളതാണ്. ഈ സമയത്തും പറയുന്നത് ഇപ്പം ചില സാങ്കേതിക തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് അവർക്ക് പുറമേ നിന്നുള്ള ഫണ്ട് സ്വീകരിക്കാമെങ്കിൽ അതിനൊരു സംശയവും വേണ്ട, വേറെ ആരുടെയും ഫണ്ട് വേണ്ട, MP ഫണ്ടിൽ നിന്ന് ഞാൻ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടർ അത് അംഗീകരിച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. അതുകൊണ്ട് ഈ കാസർഗോഡിലെ ജനങ്ങളെ അപമാനിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമീപനം അല്ല ഇതിനുണ്ടായിട്ടുള്ളത്. പാസ്പോർട്ട് ഓഫീസ് തീർച്ചയായിട്ടും ഡൽഹിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് സുഷമ സ്വരാജ് തന്നെ നേരിട്ട് MP-ക്ക് കത്തെഴുതിയത്. ആ കത്തിന്റെ ഭാഗമായിട്ട് 28 തന്നെയായിരുന്നു പറഞ്ഞത്. ആ 28 ചെറിയ മാറ്റങ്ങൾ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഫണ്ടിൻ്റെത് നമ്മുടെ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല, ഈ സാങ്കേതിക തടസ്സം എന്നുണ്ടെങ്കിൽ അവർ തന്നെ ആ ഫണ്ട് പൂർണ്ണമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അതിന് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ ഇതിനകം തന്നെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവന ശ്രീ എന്നെ നടത്തിയത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അതിന് പകരം നമുക്ക് യോജിച്ച് ഇതിൽ എന്താ വസ്തുത എന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയാണ് വേണ്ടത്. ആ വസ്തുത ഇതാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു, പാസ്പോർട്ട് ഓഫീസിന്റെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു, പാസ്പോർട്ടിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു, ഫണ്ട് MP-യുടെ ഫണ്ടിന്റെ കസ്റ്റോഡിയൽ കറക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നടന്നു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതിൽ മറ്റൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയോ അതല്ലെങ്കിൽ ഇത് കാസർഗോഡ് നിഷേധിക്കപ്പെടുന്ന സമീപനമോ ഇല്ല എന്നുള്ളത് കൂടി ഈ സമയത്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങളെല്ലാവരെയും തന്നെ അറിയിക്കാൻ എനിക്ക് അത്യന്തം സന്തോഷമുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഈ തെറ്റിദ്ധാരണകൾ കൊടുക്കാതെ ഈ പാസ്പോർട്ട് ഓഫീസ് ഇവിടെ വരും, ഇത് ഉദ്ഘാടനം ചെയ്യും, ഇതിന്റെ ഗുണം കാസർഗോഡുകാർക്ക് കിട്ടും. ഇതിൽ മറ്റൊരു രാഷ്ട്രീയ മുതലെടുപ്പോ കാര്യങ്ങളോ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാസ്പോർട്ട് ഓഫീസിന്റെ പരിശോധന വന്ന സമയത്ത് ഞാൻ എന്നെ നിലനിൽക്കുന്നതിന് ആദ്യം വിളിച്ചത്, മറ്റാൾക്കാരെയാണ് വിളിച്ചത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കേണ്ടിയിരുന്നില്ല. എന്റെ ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ എന്റെയോ മാത്രം ഒന്നാക്കിയിട്ട് മാറ്റാനുള്ളതല്ലാതെ ആ വസ്തുതകളാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. അദ്ദേഹത്തിന് എന്നോട് തന്നെ ചോദിക്കായിരുന്നു. കാരണം ഇതിന് മുൻകെടുത്ത ആരെക്കാളും ഞാനായിരുന്നല്ലോ. എന്നോട് ചോദിക്കായിരുന്നു ഫോൺ ചെയ്തിട്ട് എന്താണ് വസ്തുത, എങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അതിന് പകരം ഒരു പൊതുപ്രസ്താവന നടത്തിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് വരുന്നത് അങ്ങനെ നിർഭാഗ്യകരമാണ്. ഒരു പൈസയും പോലെ ആവശ്യമില്ല. MP ഫണ്ടിൽ ഇതിനാവശ്യമായിട്ട് മുഴുവൻ സമയം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്.